ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഒരു 2 months നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര പട്ടിക്കോലമല്ലേ കാണാൻ, എനിക്കറിയാം. ഓക്കെ, സോ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എൻ്റെ ആ ഒരു സ്മൂത്തനിങ് ജേർണി, ആ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ജേർണിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 2021 ടു ഈ 2024 വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മുടിയിൽ ഈ സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഫസ്റ്റ് ഞാൻ 2021 സ്റ്റാർട്ട് ചെയ്തത് റിലാക്സിങ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് റിലാക്സിങ് ആയിരുന്നു. റിലാക്സിങ് എന്ന് പറയുമ്പോൾ എൻ പോർഷനിൽ നമ്മുടെ നാച്ചുറൽ ഹെയർ ആയിരിക്കും, ബാക്കി ഇത്രയും പോർഷനിൽ അവർ സ്മൂത്തനിങ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഹെയറിന് കുറച്ചൊരു നാച്ചുറൽ ലുക്കിംഗ് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിലാക്സിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ദെൻ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 8 months അല്ല, ഒരു 1 year ആയി കാണും. എൻ്റെ മുടി അത്യാവശ്യം വളർന്നു. 1 year ഞാൻ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തില്ല. എൻ്റെ മുടി ഇത്രയും ലെങ്ത്തോളം എൻ്റെ നാച്ചുറൽ ഹെയർ വളർന്നു. താഴേക്ക് മറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറുമായി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയും വെച്ചങ്ങ് കട്ട് ചെയ്തു. അതായത് ഇത്രയും മുടി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത്രയും എൻ്റെ നാച്ചുറൽ ഹെയർ ഇത്രയും പോർഷനിൽ മറ്റേ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഹെയർ ഭയങ്കര വൃത്തികേടായിരുന്നു. അങ്ങനെ ഞാനത് പോയി സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കാരണം പിന്നെ റിലാക്സിങ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം എൻസിൽ ആ സ്മൂത്ത് ചെയ്ത ഹെയർ ആണ്, പിന്നെ റിലാക്സിങ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 6 months അല്ലെങ്കിൽ 7 months ഒക്കെ ആകും തോറും, അതായത് മുടി വളർന്നു തുടങ്ങും തോറും ഞാൻ സ്മൂത്തനിങ് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ഹെയർ കളറിങ് പ്ലസ് സ്മൂത്തനിങ് ചെയ്തു ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞ് പിന്നെയും മുടി ജസ്റ്റ് വളർന്നു തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ പിന്നെയും പോയി ഹെയർ കളറിങ് പ്ലസ് സ്മൂത്തനിങ് ചെയ്തു. ഇപ്പോൾ എൻ്റെ മുടി ആ ഒരു ഹെയർ കളറിങ് പ്ലസ് സ്മൂത്തനിങ് ചെയ്തിട്ടുള്ളൊരു ഹെയർ ആണ്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ചെയ്തത് ഇതാണ്. ഓക്കെ, ഇനി എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പോഴേ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത് ചെയ്യരുത്, മുടി നശിക്കും, മുടി കൊഴിയും, മുടി മൊത്തത്തിൽ ഡാമേജായി പോകുന്നതാണ്. പക്ഷേ എനിക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതാണ് ഇഷ്ടം. ലൈക്ക് എനിക്ക് എൻ്റെ മുടി സ്മൂത്തനിങ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ നാച്ചുറൽ ഹെയറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സംഭവം, ഒരു ടെക്സ്ചറൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്കിപ്പോഴും സ്മൂത്ത് ലൈക്ക് ട്രീറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു, റിലാക്സിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ദൈവം സഹായിച്ച് എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. എൻ്റെ മുടി കൊഴിഞ്ഞിട്ടേ ഇല്ല, മുടി ഡ്രൈ ആയി പൊട്ടിപ്പോവാറോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അത് ഞാൻ രണ്ടാമത് സ്മൂത്തനിങ് ചെയ്തു. എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. എൻ്റെ മുടി പൊട്ടിയിട്ടില്ല, കൊഴിഞ്ഞിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ലാസ്റ്റായിട്ട് ഞാൻ ഹെയർ കളറിങ് പ്ലസ് സ്മൂത്തനിങ് ചെയ്തല്ലോ, അപ്പോഴും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഹെയർ കളറിങ് പ്ലസ് സ്മൂത്തനിങ് ചെയ്യാൻ പോയിരിക്കുമ്പോൾ അപ്പോഴത്തേക്കും എൻ്റെ ഈ മുടിയുടെ ഒരു ഹെൽത്ത് കുറഞ്ഞിരുന്നു. അതായത് നമ്മുടെ മുടിയുടെ ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടല്ലോ, അതെൻ്റെത് പോയിരുന്നത്, അത് പോയി തുടങ്ങി. നമ്മളിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോവാൻ ആ ഒരു ടെൻഡൻസി കൂടി തുടങ്ങി. അതായത് മുടി ഡാമേജായി തുടങ്ങി. അപ്പോഴാണ് ഞാൻ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കളറിങ് പ്ലസ് സ്മൂത്തനിങ്ങിന് പോയിരിക്കുന്നത്. ഞാൻ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മുടിക്ക് വന്ന ഒരു മാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം ഞാൻ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ വലിക്കുമ്പോൾ അതാ വന്നു. ഇപ്പോൾ ഒരെണ്ണേ വന്നുള്ളൂ, കാരണം ഞാൻ കുറച്ച് അത്യാവശ്യം വലിച്ച് കളഞ്ഞിരുന്നതുകൊണ്ടാണ്. വലിക്കുമ്പോൾ വെറുതെ എൻ്റെ മുടി ഊരി വരാൻ തുടങ്ങി. മുടി ചീപ്പുമ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ പറ്റാത്തത്രത്തോളം മുടി കൊഴിയാൻ തുടങ്ങി. ഭയങ്കര മുടി കൊഴിച്ചു. എൻ്റെ ലൈഫിൽ എനിക്ക് ഇന്നേ വരെ ഇത്ര മുടി കൊഴിച്ചിൽ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഫസ്റ്റ് ഞാൻ ഈ കളറിങ് ചെയ്യുന്നതിന് മുന്നേ വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ കളറിങ് ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി പിന്നെ സ്മൂത്തനിങ് ചെയ്ത കെമിക്കലി ട്രീറ്റ് ചെയ്ത ഹെയറിൽ പിന്നെയും കളറിങ് ചെയ്യുമ്പോഴാണ് മുടി ഭയങ്കരമായിട്ട് നശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്ക് എൻ്റെ മുടി മൊത്തം പോയി. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ലാൻഡ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ട് വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നന്നായിട്ട് സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം പോയി, ഇവിടെയൊക്കെ നന്നായിട്ട് മുടി പോയി, എല്ലാം പോയി. ഇപ്പം മുടി എൻ്റെ മറ്റേ നാച്ചുറൽ ഹെയർ വളർന്നു തുടങ്ങി, അത്യാവശ്യം ഇത്രയും വളർന്നു. സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സ്മൂത്തനിങ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി, പുതിയ ട്രീറ്റ്മെൻറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ആഫ്റ്റർ കെയർ നന്നായിട്ട് നോക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റേജസിലായിരുന്നെങ്കിൽ അവർ തന്നിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ, അതായത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ തന്നെ യൂസ് ചെയ്യണം. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. പിന്നെ ഡെയിലി മുടി വാഷ് ചെയ്യരുത്.
എന്നും മുടി വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആവും, മുടി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഡെയിലി ഒന്നും വാഷ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ 3 days ഒക്കെ കൂടുമ്പോഴൊക്കെ ആയിരുന്നു വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ അങ്ങനെയൊക്കെ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനൊരു കെയർ കൊടുത്താൽ മതി. അത്യാവശ്യം നമ്മൾ സ്പാ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പായൊക്കെ പോയി ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. സ്പായൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ സ്പാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മൾ കറക്റ്റായിട്ട് ആഴ്ചയിലൊരിക്കൽ എണ്ണ തേച്ചിട്ട് അത് അവർ തന്നിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ വെച്ച് തന്നെ വാഷ് ചെയ്ത് കളയുക. പിന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാതിരിക്കുക. ഇത്രയും സ്റ്റെപ്സ് ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മുടി നന്നായിട്ടിരിക്കും. എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. പിന്നെ കെമിക്കലി ഇപ്പോൾ കളറിങ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് കളറിങ് ചെയ്തതിന് ശേഷം ഞാൻ വേണ്ടത്ര കെയർ മുടിക്ക് കൊടുത്തിട്ടില്ല. ഹെയർ സ്പാ ഒക്കെ ഞാൻ ചെയ്യണമായിരുന്നു. മന്ത്ലി ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ മുടിയുടെ ഹെൽത്ത് അതുപോലെ തന്നെ ഇരുന്നേനെ. 2 കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അതനുസരിച്ചുള്ള കെയർ അപ്പോഴും മുടിക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഒരു അഭിപ്രായം. എന്നോട് അത്യാവശ്യം കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്, എന്താണ്, എങ്ങനെയാണ് ചെയ്തിട്ട്, എങ്ങനെ ടേക്ക് കെയർ ചെയ്തു, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യണം. എനിക്ക് ആഗ്രഹം ഉണ്ടതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇനിയും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുക. ആഫ്റ്റർ കെയറും അതുപോലെ തന്നെ നോക്കുക. അപ്പോഴും മുടിക്കൊരു പ്രശ്നവും പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ട് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ പറയാൻ അറിയത്തില്ല. സൈഡ് എഫക്ട്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും. അതിലൊക്കെ ഒരുപാട് കൺസേൺഡ് ആണെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. ഒരു ആഗ്രഹമാണല്ലോ, ആഗ്രഹത്തിൻ്റെ പുറത്താണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. ശരിക്കും ഞാൻ കുറച്ച് വൈറലായിട്ടുള്ള ഹെയർ സിറംസും ഹെയർ കെയർ പ്രോഡക്ട്സും കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം വാട്ട് ഐ എം പ്ലാനിങ് മുടി ഇത്രയും വെച്ച് മുറിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഈ ഹെയർ ഇസ് ഡാമേജ്ഡ് ഹെയർ ആണ്. വെറുതെ ഇങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻഡ്സ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മുടി ട്രിം ചെയ്യണം കേട്ടോ, എന്നാലേ മുടി നന്നായിട്ട് വളരത്തുള്ളൂ, ഹെയർ ഫോളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ മുടി ഇത്രയും വെച്ച് മുറിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതായത് എൻ്റെ നാച്ചുറൽ ഹെയറിൻ്റെ ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഞാൻ അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ ആണെങ്കിലും എല്ലാം ഞാൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കും. അപ്പോൾ അതിന് മുന്നേ ഫസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണമെങ്കിൽ അതെടുക്കുക. മെഡിസിൻസോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് മുടിയുടെ ആ ഒരു ഹെൽത്ത് ഒന്ന് റീഗെയിൻ ചെയ്തെടുക്കണം. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മുടി കട്ട് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാം. സോ അപ്പോൾ ഇനി ഞാൻ എൻ്റെ മുടിയിൽ ഇനി എന്ത് ട്രീറ്റ്മെൻറ്റ് ഫെർദർ ചെയ്യുവാണെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇനി നിങ്ങളെ അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുന്നതായിരിക്കും. എൻ്റെ ഹെയറിലുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഞാൻ അപ്ഡേറ്റഡ് ആയിട്ട് വെക്കാം. വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം, ഞാൻ വീഡിയോ ചെയ്യാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.